ആരാണ് ആര്യന്മാർ? ഒരുപാട് വാദപ്രതിവാദത്തിന് കാരണമായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യക്കാർക്ക് അവരുടെ പൂർവ്വചരിത്രം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ആയിരുന്നു ഇന്ത്യൻ ചരിത്രത്തിന്റെ അന്വേഷകർ. അവർ കണ്ടെത്തിയ വിവരങ്ങൾ അവർ ഉപയോഗിച്ചത് അവരുടെ ഭരണത്തിനും ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കാനുമായിട്ടാണ്. അങ്ങനെ ഭരണം നിലനിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ആര്യന്മാരെക്കുറിച്ച് എന്ത് കള്ളങ്ങളാണ് പറഞ്ഞു പരത്തിയത്? സത്യത്തിൽ എന്താണ് ബ്രിട്ടീഷുകാർ പറഞ്ഞ കള്ളങ്ങൾ? ആരായിരുന്നു ആര്യന്മാർ? യഥാർത്ഥത്തിൽ അവർ എവിടെ നിന്നാണ് വന്നത്? എന്തായിരുന്നു ഇന്ത്യക്കാരുമായിട്ടുള്ള അവരുടെ ബന്ധം? നമുക്ക് ആ വിവരങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇന്ത്യയിലെ ചരിത്ര ഗവേഷണം തുടങ്ങുന്നത് ബ്രിട്ടീഷുകാരാണ്. അതിന് പ്രധാന കാരണം ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കിയാൽ ആ കണ്ടെത്തലുകൾ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർ കരുതിയിരുന്നു. അതിനായി ബ്രിട്ടീഷുകാർ വില്യം ജോൺസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സ്ഥാപനം രൂപീകരിച്ചു. ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും പഠിക്കാൻ വേണ്ടിയായിരുന്നു അത്. അതിനായി അവർ വേദങ്ങളും ഉപനിഷത്തും പഠിച്ചുകൊണ്ട് ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിനായി അവർ സംസ്കൃതം തന്നെ പഠിക്കാൻ തയ്യാറായി. അങ്ങനെ വില്യം ജോൺസ് 1786 ഒരു കാര്യം കണ്ടെത്തി. സംസ്കൃതത്തിലും അതുപോലെ തന്നെ പല യൂറോപ്യൻ ഭാഷകളിലും ഒരേപോലെയുള്ള വാക്കുകൾ ഉണ്ട് എന്ന കാര്യം. ഇവയെല്ലാം ഇൻഡോ യൂറോപ്പ് ലാംഗ്വേജുകൾ ആണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ ഭാഷകൾക്കൊക്കെ ഒരു മാതൃഭാഷ ഉണ്ടായിരുന്നുവെന്നും ആ ഭാഷയിൽ നിന്നാണ് ഈ ഭാഷകളൊക്കെ ഉണ്ടായതുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെ ഈ ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവർ ആര്യന്മാർ എന്ന നിഗമനത്തിലേക്ക് ഇവർ എത്തി. അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഉത്ഭവിച്ച ആര്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു എന്നും അവരിൽ ചിലർ ഇന്ത്യയിലേക്ക് എത്തിയെന്നും അവരാണ് ഇൻഡോ ആര്യൻസ് എന്നുമായിരുന്നു വില്യം ജോൺ മുന്നോട്ട് വെച്ച സിദ്ധാന്തം. ഇത് വളരെയധികം പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ 1816 പുതിയൊരു സിദ്ധാന്തവുമായി ബ്രിട്ടീഷുകാർ എത്തി. അത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിലെ എല്ലാവരും ഇന്തോ ആര്യ ഭാഷ സംസാരിക്കുന്നവർ അല്ല എന്നും സൗത്ത് ഇന്ത്യയിൽ അവർ തമിഴ്, കന്നഡ, മലയാളം, തെലുങ്ക് എന്നീ ഭാഷകൾ സംസാരിക്കുന്നുവെന്നും ഇത് ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹമാണ് എന്നും ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും ബ്രിട്ടീഷുകാർ പുതിയൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. ഇതിൽ നിന്ന് തന്നെ ബ്രിട്ടീഷുകാരുടെ തന്ത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യക്കാരെ രണ്ട് വിഭാഗമാക്കി മാറ്റുകയായിരുന്നു ബ്രിട്ടീഷുകാർ: ആര്യന്മാർ എന്നും ദ്രാവിഡർ എന്നും. ഇവരുടെ ഈ സിദ്ധാന്തത്തിന് ഇന്ത്യയിൽ വൻ പ്രചാരം ലഭിച്ചു. കാരണം മധ്യ ഏഷ്യയിൽ നിന്ന് എത്തിയവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയവരാണ് ആര്യന്മാർ എങ്കിൽ ബ്രിട്ടീഷുകാരും ആര്യന്മാരാണ്. അതുപോലെ ഇൻഡോ ആര്യ ഭാഷ സംസാരിക്കുന്ന ഇന്ത്യക്കാരും ആര്യന്മാരാണ്. ഈ ഒരു സിദ്ധാന്തം വൻതോതിൽ പ്രചരിക്കുകയും ആര്യന്മാർ പ്രത്യേകതരം മനുഷ്യവംശമാണ് എന്നും അവർ സിവിലൈസ്ഡ് ആയ മനുഷ്യരാണെന്നും അതുകൊണ്ട് തന്നെ അൺസിവിലൈസ്ഡ് ആയ രാജ്യങ്ങളെ കോളനികളാക്കി അവരെ നല്ലൊരു സമൂഹമായി വാർത്തെടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ചു. അതിനായി അവർ ഈ സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൂടാതെ ഈ തിയറികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാനും അവർ ശ്രമിച്ചിരുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1920 ഇവരുടെ വാദങ്ങളൊക്കെ ഒളിയുകയാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഈ ആര്യ തിയറികൾക്കൊക്കെ വെല്ലുവിളി ഉയരുകയാണ്. കാരണം ഈ കാലഘട്ടത്തിലായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിന്റെ തെളിവുകൾ കിട്ടുന്നത്. ആ തെളിവുകൾ കൂടുതൽ ഖനനം ചെയ്തപ്പോൾ 5000 വർഷത്തിലധികം പഴക്കമുള്ള സംസ്കാരത്തിന്റെ ചരിത്രം പുറം ലോകം അറിയുന്നത്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ വാദം തകരുകയാണ്. അവരാണ് സംസ്കാരത്തിന്റെ ഉറവിടമെന്ന സിദ്ധാന്തം ഇവിടെ തകർന്നു വീഴുന്നു. അതായത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരം നിലനിന്നിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ തങ്ങളുടെ തിയറിയിൽ ഉറച്ചു നിന്നു. എന്നാൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ കണ്ടെത്തലോടുകൂടി ഇന്ത്യൻ ചരിത്ര ഗവേഷകർ പുതിയൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അതായത് ഹാരപ്പൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നവർ അവരാണ് ആര്യന്മാർ എന്നും ഇന്ത്യയിൽ നിന്നായിരുന്നു ആര്യന്മാരുടെ പിറവി എന്നും ഇന്ത്യയിൽ നിന്നാണ് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയത് എന്നുമായിരുന്നു ഇന്ത്യൻ ഗവേഷകരുടെ വാദം. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ തിയറിയാണ് ലോകത്തിൽ ഭൂരിഭാഗം പേരും അംഗീകരിക്കുന്നത്. മറ്റു തിയറികൾ തെളിവുകളുടെ അഭാവം മൂലം ആൾട്ടർനേറ്റീവ് തിയറിയായി നിലനിൽക്കുന്നു. എന്നെങ്കിലും കൂടുതൽ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ഈ ആൾട്ടർനേറ്റീവ് തിയറി സ്ട്രോങ് ആവുകയും ഇത് മെയിൻ തിയറിയായി മാറുകയും ചെയ്യും. എന്നാൽ ആര്യന്മാരുടെ പിറവിയെ ബന്ധപ്പെട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ ജന്മദേശം ഏതാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. ചിലരുടെ വാദം ഹംഗറി, ഓസ്ട്രിയ, ജർമ്മനി അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ആര്യന്മാർ ഉത്ഭവിച്ചത് എന്നും പറയുന്നവരുമുണ്ട്. അങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങൾ ആര്യന്മാരെ കുറിച്ച് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് ആദ്യമായി വരുമ്പോൾ ഇവിടെ മുഴുവനും ദ്രാവിഡർ ആയിരുന്നുവെന്നും അവരെ ആക്രമിച്ചുകൊണ്ടാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് എന്നുമാണ്. അങ്ങനെ ആര്യന്മാരെ ഭയന്ന് ദ്രാവിഡർ സൗത്തിലേക്ക് ഒതുങ്ങി എന്നുമാണ് ഒരു സിദ്ധാന്തം. എന്നിരുന്നാലും ഈ ആര്യന്മാരെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നും ലഭ്യമല്ല. എന്നാൽ ബ്രിട്ടീഷുകാർ ആര്യ സിദ്ധാന്തത്തെ അവരുടെ ഭരണ നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഉയർന്ന നിലയിൽ താമസിക്കുന്നവരും ബ്രിട്ടീഷുകാരും ഒരേ ജനസിൽപ്പെട്ടവരാണെന്നും താഴേക്കിടയിലുള്ളവരെ ഭരിക്കാനാണ് തങ്ങളെന്നും അവർ പ്രചരിപ്പിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലും ഇവർ ഇതേ പ്രചരണം നടത്തിയിരുന്നു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈ ആര്യന്മാരെ പറ്റിയിട്ടുള്ള ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.